നോക്കണേ നോക്കണേ നോക്കണേ.
മണ്ണിനു പേര് പ്രതിഷേധം ആരോഗ്യത്തിൻ മേഖലയാകെ കോർപ്പറേറ്റുകൾ വാഴുമ്പോൾ പ്രിയപ്പെട്ട യുവജന സഖാക്കളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ 4 ദിവസം മുമ്പാണ് പയ്യന്നൂർ പെരിങ്ങോത്തെ പുറമത്തുള്ള 1.5 വയസ്സുകാരുള്ള ഒരു കുട്ടിയും തന്റെ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ് അപകടം പറ്റി നിസാരമായിട്ടുള്ള 2 പരിക്കുകൾ, കാലിക്കും അതുപോലെ തന്നെ ചുണ്ടിനും പരിക്ക് പറ്റി ഈ ദേവി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നത്. ഏതൊരു സാധാരണ ആശുപത്രിയിൽ പോയാലും തന്റെ തുന്നൽ കൊണ്ട് ആ പരിക്ക് മാറ്റാൻ വേണ്ടി പറ്റുന്ന ആ ഒരു ചികിത്സാ രീതിയാണ് ദേവി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ ഇടപെടൽ മൂലം ഇന്ന് ആ കുട്ടി ദേവി മെമ്മോറിയലിന്റെ കണ്ണൂർ ആശുപത്രിയിൽ ഗൗരവമായിട്ടാണ് കഴിഞ്ഞ 3 ദിവസമായിട്ട് കടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥമായിട്ട് പരിക്കേൽക്ക് പോലും ഇല്ലാതെ വരുന്ന ആളുകളെ ലാഭം കൊയ്യുന്നതിന് വേണ്ടി അതോ പ്ലാസ്റ്റിക് സർജറിയുടെ എല്ലാ കലയും മാറ്റിത്തരാം എന്നാണ് ആ രക്ഷിതാക്കളോട് ഇവിടെയുള്ള ഡോക്ടർമാർ ഇതിന്റെ അധികാരികൾ പറഞ്ഞു വെച്ചത്. അതിന്റെ ഭാഗമായി തീർച്ചയായും തന്റെ കുട്ടികളുടെ ആ പരിക്ക് പൂർണ്ണമായിട്ടും മാറാൻ വേണ്ടി ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ അവർ ആ നിലയിൽ, എന്നാൽ പ്ലാസ്റ്റിക് സർജറി ആയിക്കോട്ടെ ഏത് നിലയിലായാലും തന്റെ കുട്ടിക്ക് സുഖചികിത്സ ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ആ തീരുമാനത്തെ കടക്കുന്നു. എന്നാൽ എന്താ ഇവിടെ സംഭവിച്ചത്? 1.5 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള ആ കുട്ടി പ്രവേശർ ഭർത്തായിരുന്നു. ആ കുട്ടിയുടേത് 7ാം മാസത്തിലായിരുന്നു ആ കുട്ടി ജനിച്ചു വീണത്. ആ കുട്ടിയുടെ ഹിസ്റ്ററി പോലും മനസ്സിലാകാതെ ആവശ്യമായിട്ടുള്ള രക്തപരിശോധന ഒന്നും നടത്താതെയാണ് അനസ്തേഷ്യ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ ഇവിടെ തയ്യാറായിട്ടുള്ളത്. അതിന്റെ ഭാഗമായി അനസ്തേഷ്യ കൊടുക്കുന്ന ഘട്ടത്തിൽ തന്നെ കുട്ടിയുടെ പൾസ് നഷ്ടപ്പെടുന്നു, കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് നിലച്ചു പോകുന്നു. കുട്ടി ഈ പാരലൈസ്ഡ് ആയിട്ട് കഴിഞ്ഞ 4 ദിവസം നിൽക്കുന്നത് പോലെ ഈ ആശുപത്രിയിൽ നിൽക്കുകയും ഇവർ അതിനെ തുടർന്ന് CPR കൊടുക്കുന്നു, ഷോക്ക് കൊടുക്കുന്നു. കുട്ടി പിന്നീട് തിരിച്ചു വരാൻ വേണ്ടി പറ്റാത്തതിലേക്ക് ആ കുട്ടി അബോധാവസ്ഥയിലേക്ക് പോവുകയും കുട്ടിയാണ് പിന്നീട് കണ്ണൂരേക്ക് മാറ്റുന്നത്. എന്നാൽ ഇത്രയും ദിവസം കഴിഞ്ഞ് യാതൊരു പുരോഗതിയും കുട്ടിയുടെ ചികിത്സയുടെ ഭാഗമായിട്ടുണ്ടായിട്ടില്ല. ഇന്നത്തെ ഞങ്ങൾ DYFI കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ട്. കുട്ടിയുടെ ജീവൻ തിരിച്ചു നൽകാൻ വേണ്ടിയിട്ട് ആശുപത്രിക്ക് സാധിക്കണം, കൃത്യമായിട്ട് ചികിത്സ ലഭിക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് കഴിയണം. അതിനാവശ്യമായുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ മറ്റൊരു ദിവസം കൂടി ഞങ്ങൾ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ ഇവിടേക്ക് വന്നത്. വളരെ സമാധാനപരമായിട്ട് ഇവിടുത്തെ മാനേജറോട് കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. എന്നാൽ ഇന്നലെ ഞങ്ങൾ മാത്രമായിട്ട് വരുന്നത് കുട്ടിയുടെ സ്ഥിതി വളരെ മോശമാണ്, ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് ആ കുട്ടി എന്നുള്ളത്. എന്നാൽ അതുപോലും രക്ഷിതാക്കളോട് പറയാൻ വേണ്ടിയിട്ട് ആശുപത്രി അധികൃതർ തയ്യാറാകുന്നില്ല. ഇന്നും നാളെയും മറ്റന്നാളും എന്ന് പറഞ്ഞ് വെന്റിലേറ്റർ കടത്തി അതുമൂലം ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ടാണ് ഈ കോർപ്പറേറ്റ് കമ്പനികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിതാ 4 പോലീസുകാരെ കൂട്ടി ബാരിക്കേഡ് കെട്ടി ഞങ്ങൾ DYFI സമരത്തെ അവിടെ ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും എന്നാണ് കളിച്ചിരിക്കുന്നതെങ്കിൽ അതിനൊന്നും വഴങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ നിലയിൽ സാധാരണക്കാരായ മനുഷ്യരെ ചൂഷണം ചെയ്തുകൊണ്ട് ആളുകൾ ചികിത്സ നിഷേധിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പണം പോയി കൈപ്പറ്റുന്ന അറവശാലയായിട്ടാണ് BMHയുടെ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ വെറുതെ വിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ആശുപത്രിയുടെ മാനേജ്മെന്റോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ആശുപത്രിയുടെ അധികൃതരോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെയൊന്നും പയ്യന്നൂരിൽ കൊള്ളലാഭം ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് നല്ല ചികിത്സ കൊടുക്കാതെ ഒരു ആശുപത്രിയും ഈ നാടകത്തിൽ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് ഞങ്ങൾ കടക്കേണ്ടി വരും. സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു കാര്യം ഇവിടെ ഒരു സംശയവുമില്ലാതെ
ആശുപത്രി മാനേജ്മെന്റിന്റെയും ഇവിടുത്തെ പോലീസുകാരുടെ മുന്നിൽ സന്ദേഹങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾ പറയുന്നു, ആ കുഞ്ഞിന്റെ ജീവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ മാനേജ്മെന്റ് ബേബി മെമ്മോറിയൽ കേരളത്തിലെ ഏത് കോർപ്പറേറ്റ് ഭീമനാണെങ്കിലും ഞങ്ങൾ ഡിവൈഎഫ്ഐ പറയുന്നു, ആ 1.5 വയസ്സുകാരൻ കുഞ്ഞിന്റെ നീതിക്ക് വേണ്ടി ഈ പയ്യന്നൂരിന്റെ തെരുവിൽ ഡിവൈഎഫ്ഐ ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് ഈ സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇന്നലെ ഞങ്ങൾ അവരുടെ രക്ഷിതാക്കളെ കണ്ടു. 7 വർഷം കാത്തു നിന്നിട്ടുള്ള ഒരു കുട്ടി, 7 വർഷം കാത്ത് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയാണ് ഇവിടെ താല്പര്യത്തിന്റെ പേരിൽ, കോർപ്പറേറ്റ് ലാഭത്തിന്റെ പേരിൽ നിങ്ങൾ കൊന്നുകളഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ പറയുന്നു, ഇതിന് നീതി കിട്ടുന്നത് വരെയുള്ള സമരമായി ഞങ്ങൾ മുന്നോട്ട് വരും എന്ന് മാത്രമാണ് ചുരുങ്ങിയ ഭാഷയിൽ പറയാനുള്ളത്. നിർദ്ദേശം നൽകുന്നു. ഇല്ലാത്ത പല ടെസ്റ്റുകളും നടത്തി ലാഭം കൊയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന് നേതൃത്വം കൊടുക്കാനാണ് ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ നേരത്തെ സഖാക്കൾ സൂചിപ്പിച്ചു വെച്ചതുപോലെ 1.5 വയസ്സുള്ള ആ കുട്ടിയുടെ പ്രത്യേകത, 7 വർഷത്തിന് ശേഷമാണ് രക്ഷകർത്താക്കൾക്ക് ഈ കുഞ്ഞുണ്ടാവുന്നത്. നിരവധി ചികിത്സയുടെയൊക്കെ ഭാഗമാണ്. അങ്ങനെ ജനിച്ചിട്ടുള്ള കുഞ്ഞ്, ആ കുഞ്ഞിന്റെ പ്രീവിയസ് ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ 1 വർഷക്കാലം ആശുപത്രികളിലായിരുന്നു അവർ മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നീട് രോഗമെല്ലാം മാറി ജീവിതത്തിലേക്ക് നല്ല നിലയിൽ തിരിച്ചു വന്നതാണ്. അങ്ങനെ തിരിച്ചു വന്ന കുട്ടി പരിക്ക് പറ്റി ഇവിടെ എത്തിയ സമയത്ത് ഡോക്ടർമാരോട് ഈ കാര്യങ്ങൾ പറയാൻ രക്ഷകർത്താക്കൾ മുന്നോട്ട് വരുമ്പോൾ രക്ഷകർത്താക്കളെ ആകെ ബേജാറാക്കുന്ന ഒരു സമീപനമാണ് ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിച്ചത്. ഒരു കുട്ടിക്ക് സ്വാഭാവികമായും പരിക്ക് പറ്റി കഴിഞ്ഞാൽ രക്ഷകർത്താവിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ആ പരിക്ക് ഭേദമാക്കണം എന്നത് ഞങ്ങൾ ചോദിക്കുന്നു.